ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്. ആദ്യമേ എഴുന്നേറ്റ് ഓടി വന്ന് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച്. മൂത്രത്തിൽ കുളിച്ച് കിടന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ നിക്കറും ഉടുപ്പൊക്കെ ഊരി തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് ആളെ. പിന്നെ തേയിലവെള്ളമൊക്കെ കുടിക്കാനിരുന്ന സമയത്ത് ആദ്യമേ ഒരു ഗോതമ്പ് ദോശയൊക്കെ കൊടുത്ത് നേരെ പെരയ്ക്കാവൊക്കെ തൂക്കാനായിട്ടങ്ങ് ഇറങ്ങി. തൂക്കാൻ ചൂലെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോഴേ ആൾ ചൂലും എടുത്തുകൊണ്ട് അങ്ങ് നേരെ അച്ചാച്ചൻ്റെ റൂമിൽ കയറി. അവിടെ കിടന്ന് അച്ചാച്ചനെ വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ചാച്ചൻ്റെ ഫോണ് കണ്ണിൽ പെട്ടത്. പിന്നെ പെട്ടെന്ന് ഫോൺ എടുക്കാൻ അങ്ങ് ഓടി. ചൂല് കളഞ്ഞിട്ട് ഫോൺ എടുത്തു. ഞാൻ തൂക്കാനായിട്ടൊക്കെ ഇറങ്ങി. അച്ഛൻ ഫോൺ എടുത്തുകൊണ്ട് പിന്നെ ആരെയോ കാര്യമായിട്ട് വിളിക്കുകയാണ്. വിളിച്ച് വന്നപ്പോഴാണ് ക്യാമറ കണ്ടത്. പിന്നെ അതിൻ്റെ മുമ്പിൽ കോപ്രായൊക്കെ കാണിച്ച് ഞങ്ങൾ പിന്നെ മുറ്റം തൂക്കാൻ പുറത്തിറങ്ങി. അവിടെ പിന്നെ കിട്ടിയത് കുടയാണ്. പിന്നെ കുടയിലെ സർക്കസൊക്കെ കളഞ്ഞ് അതും അവിടെ കൊണ്ട് കളഞ്ഞേച്ചാൽ അവിടെയൊക്കെ ഓട്ടമായിരുന്നു. ഞാൻ തൂക്കുന്നെങ്കിലും ഇടയ്ക്ക് ആളെ വിളിക്കുന്നുണ്ടായിരുന്നു മോനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എവിടുന്നോ പോയി ഒരു പൈപ്പ് എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് അവിടെ ഇട്ട് അടിക്കുമായിരുന്നു. അപ്പോഴാണ് നെയ്യിൻ്റെ ഡപ്പ അവിടെ ഇരിക്കുന്നത് കണ്ടത്. ഞാൻ തിണ്ണ തൂത്തുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അതങ്ങ് മാറ്റിയിട്ടുണ്ട്. തിണ്ണയൊക്കെ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മോനെ വടക്കിലെ ചേട്ടൻ വന്നെടുത്തുണ്ട്. ഈ സമയത്ത് ഞാൻ പിന്നെ കുളിച്ച് വിളക്കൊക്കെ ഒരുക്കാനായിട്ട് അങ്ങ് അകത്ത് കയറി. വിളക്കെല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞ് ഞാൻ മുറ്റത്തോട്ട് പൂ വെച്ചാൻ ഇറങ്ങുന്നതിന് മുമ്പ് നെരിപ്പോട് കത്തിക്കാനുള്ള ഒരുക്കി വെച്ച് പൂവും പിച്ചിക്കൊണ്ട് വന്നു. പിന്നെ ഞാൻ വിളക്ക് കത്തിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ആദ്യം മാള് വന്നെടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ അവൾ വന്നങ്ങ് കൊണ്ടുപോകും. പിന്നെ ചേട്ടൻ വരുമ്പോഴായിരിക്കും കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ വിളക്കുമൊക്കെ കത്തിച്ച് നാമം ചൊല്ലാനൊക്കെ ആയിട്ട് അങ്ങിരുന്നു. അങ്ങനെ നാമം ചൊല്ലലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരെ അങ്ങ് അടുക്കളയിലോട്ട് കയറി. ആദ്യ ജോലി ആദിക്ക് കുറുക്കുണ്ടാക്കലാണ്. അങ്ങനെ കുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നാളത്തേക്ക് അവിയലിനുള്ളതെല്ലാം അരിഞ്ഞ് വെക്കാനാണ് റെഡിയാക്കി. അപ്പോഴത്തേക്ക് ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നൂറും പാലിൻ്റെ പ്രസാദം അവിടെ ഇരിപ്പുണ്ടായതുകൊണ്ട് ചേട്ടൻ ആദ്യം എനിക്കും തന്ന് ചേട്ടനും കഴിക്കുമായിരുന്നു. എനിക്ക് തന്നത് അവൻ ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ ചേട്ടനൊരു അടിയും കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ അവിയലെല്ലാം അരിഞ്ഞ് വെച്ചേച്ച് രാത്രിയിലേക്ക് മീൻകറി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടിമത്തി ഇരിപ്പുണ്ടായിരുന്നു. അതും ഒന്ന് എടുത്ത് വറുത്ത് വെച്ച് പാട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അടുക്കളയിൽ ജോലി ചെയ്യുന്നത്. ഈ സമയത്ത് ആദ്യമൻ അവിടെ കുരുത്തേക്കേട് കാണിക്കുക. കസാര തട്ടിക്കളഞ്ഞേച്ച് ജഗ് എടുത്ത് കമത്തി അതിൻ്റെ മേളിൽ കയറിയിരിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞിന് ഇരിക്കാൻ സ്ഥലമില്ല. പിന്നെ ഞാൻ മോന് കുറുക്കുമൊക്കെ കൊടുക്കാനായിട്ട് അങ്ങിരുന്ന്. കുറുക്ക് കൊടുക്കാനിരുന്ന പാടം എൻ്റെ കണ്ണിനിട്ടൊരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറുക്കൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ആളങ്ങ് കളിക്കാനായിട്ട് അങ്ങ് ഇറങ്ങി. പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ട് നാളത്തേക്ക് ചോറിന് അരിയൊക്കെ തിളപ്പിച്ച് വെച്ച് രാത്രിയിലേക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ മാവും കലക്കി വെച്ച്. പക്ഷേ ദോശ ഉണ്ടാക്കേണ്ടി വന്നില്ല. അച്ഛൻ വന്നപ്പോൾ പൊറോട്ടയും ചിക്കനും കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ സാമ്പാറും കൂട്ടി കഴിച്ച്. ചേട്ടന് ഗ്രേവി ഉണ്ടായിരുന്നു. മോന് ദോശയും കൊണ്ടുവരാറുണ്ട്. അങ്ങനെ അവന് ഞാൻ ദോശ വാരി കൊടുത്തിട്ടാണ് ഞാനും കൂടെ കഴിക്കുന്നത്. അവൻ്റെ അടുത്തോട്ട് വെക്കാനുള്ള പിടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ.